ഇതെൻ്റെ കയ്യിലുള്ള വൈറ്റ് ഫിഞ്ചിൻ്റെ ഫീമെയിലാണ്. ഇതിൻ്റെ പ്രോബ്ലം എഗ് ബൈൻഡിങ് ആണ്. എഗ്ഗ് കുടുങ്ങിപ്പോകുന്ന അവസ്ഥ. അത് എങ്ങനെ റെഡിയാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ബേർഡിനെ തല കീഴായിട്ട് കയ്യിൽ നല്ലപോലെ പിടിക്കുക. എന്നിട്ട് ബാക്ക് ഭാഗം നോക്കുമ്പോൾ ഇതുപോലെ വീക്കം അനുഭവപ്പെടാം, നമുക്ക് തടിപ്പ് പോലെ. അവിടെയാണ് എഗ്ഗ് വന്ന് നിൽക്കുന്നത്. അത് നമ്മൾ പതുക്കെ പുഷ് ചെയ്തെടുക്കാനാണ് ഇതിന് വേണ്ട സൊല്യൂഷൻ. അത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളെ കൈമേൽ ലൂബ്രിക്കേഷന് വേണ്ടി ഓയിലോ ക്രീമുകളോ അപ്ലൈ ചെയ്യുക. എന്നാലേ ബേർഡിനെ ഡാമേജ് ഇല്ലാതെ നിൽക്കുള്ളൂ. എന്നിട്ട് പതുക്കെ നമ്മളിത് പുഷ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് പുഷ് ചെയ്താലും ബേർഡ് ചത്തുപോകും. ഇത് എടുക്കാതെ നിന്നാലും ബേർഡ് ചത്തുപോകും. ബേർഡിന് ഡാമേജ് വരുത്താത്ത രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ റെസ്റ്റ് കൊടുക്കുക, ബേർഡിന് വെള്ളം കൊടുത്തു നോക്കുക. എഗ് ബൈൻഡിങ് വരാനുള്ള കാരണം കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടും, അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ഫീമെയിലാണെങ്കിലും ഏജ് കുറവുള്ള ഫീമെയിലാണെങ്കിലും ഇത് വരാം. അതുപോലെ തന്നെ എഗ്ഗിൻ്റെ ഷേപ്പുകൾ വ്യത്യാസം വന്നാലും ഇത് വരും. അങ്ങനെ ബേർഡിൻ്റെ എഗ്ഗ് പുറത്തെടുത്തിട്ടുണ്ട്. ഇതാണ് എഗ്ഗ്. ഇത് നമ്മൾ ഒഴിവാക്കിയാൽ മതി. ബേർഡിന് ഇനി വെച്ച് കൊടുക്കണമെന്നില്ല. പൂർണ്ണ വളർച്ച എത്താത്ത എഗ്ഗാണ്. അതിൻ്റെ ഷെല്ല് വന്നിട്ടില്ല എഗ്ഗിന്. എഗ് ബൈൻഡിങ് വന്ന ബേർഡ് തീരെ ആക്റ്റീവ് അല്ലായിരിക്കും. അതുപോലെ തന്നെ ഭക്ഷണം എടുക്കില്ല. തീരെ പറക്കാനും അവർക്ക് കഴിയില്ല. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എഗ് ബൈൻഡിങ് ആണെന്ന്. അപ്പോൾ അതിനെ പിടിച്ചാണ്ട് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അടിഭാഗം ചെറിയ തോതിൽ തടിപ്പുള്ളതായിരിക്കും നമുക്ക് അനുഭവപ്പെടാം. എഗ് ബൈൻഡിങ് മറ്റുള്ള ബേർഡ്സിനും വരാറുണ്ട്. ബഗ്ജീസ് ആയാലും കോക്ടെയിലായാലും മറ്റുള്ള ഫിഞ്ച് വെറൈറ്റികളായാലും എല്ലാവർക്കും ഈ അസുഖം വരാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.